അമ്പലപ്പുഴയിൽ ഇന്നലെ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവം. പ്രണവ് എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയുടെ അമ്മുമ്മ അയൽവക്കത്തുള്ള വീട്ടിൽ കുട്ടിയെ കൊണ്ടുവന്നാക്കി. അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്. ഏക മകനായിരുന്നു പ്രണവ്. അമ്മയും അച്ഛനും ജോലിക്ക് പോയി. ആ സമയത്തിന് അമ്മുമ്മയാണ് വീട്ടിൽ കുട്ടിയെ നോക്കുന്നത്. പല ദിവസങ്ങളിലും ഈ അമ്മുമ്മ അടുത്തുള്ള വീട്ടിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു. റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്താണ് ഈ വീട്. ഈ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലോട്ടാണ് ഈ കുട്ടിയുടെ അമ്മയുടെ വീട്. അപ്പോൾ അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്ത് ഈ അമ്മുമ്മ തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ, അതായത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ, 2 വീടുകളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അമ്മുമ്മയുടെ വീട് തൊട്ട് ബാക്കിലോട്ട്, ഈ വീട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. പല ദിവസങ്ങളിലും ഈ കുട്ടി ഈ വീട്ടിലാണ് നിൽക്കണ പതിവ്. അവർ പൊന്നുപോലെയാണ് നോക്കണത്. അപ്പോൾ അമ്മുമ്മ കുളിക്കാൻ കയറിയ നേരത്തിന് ആ വീട്ടിലെ സ്ത്രീ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ വെച്ച് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീട്ടിലെ അവരുടെ ഭർത്താവ് വെളിയിൽ എന്തോ തൂക്കുകയോ വാരുകയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഈ കുട്ടി അവരുടെ ജീവനായിരുന്നു. പക്ഷേ അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. ഈ കുട്ടി വലിഞ്ഞഴഞ്ഞ് കയറി റെയിൽവേ ട്രാക്കിൽ ചെന്ന് കയറി ആ പാളത്തിലൂടെ, റെയിൽവേ പാളത്തിലൂടെ നടക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ കണ്ടെന്ന് പറയുന്നു. ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയത്തില്ല. ഈ കുട്ടി വലിഞ്ഞഴഞ്ഞ് അവിടെ കയറൂല എന്നാണ് അവർ പറയുന്നത്. അവിടെ തെന്നലായിട്ട് കിടക്കുകയാണ്. മഴ പിടിച്ച് തെന്നലായിട്ട് ഇങ്ങനെ തേരിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. 1.5 വയസ്സല്ലേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ 1.5 വയസ്സായിരുന്നാലും അവൻ നല്ലതുപോലെ ഓടി നടക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓടി കയറിയതായിരിക്കും, പുല്ലിലൊക്കെ പിടിച്ച് കയറി പോയതായിരിക്കാം. പക്ഷേ അടുത്തുള്ള വീട്ടിലെ സ്ത്രീ പറയുന്നു അവർ കണ്ടു എന്നാണ് അവരും പറയുന്നത്. ദുരൂഹതയുണ്ട് എന്ന് കുട്ടി നിന്ന വീട്ടിലുള്ളവർ പറയുന്നു. എന്തായാലും നഷ്ടമായത് അമ്മയ്ക്കും അച്ഛനും തന്നെയാണ്. അപ്പം നമുക്ക് ആ വാർത്ത കാണാം. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായ ആ അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ 1.5 വയസ്സുള്ള പ്രണവ് എന്ന കുട്ടിയാണ് മരിച്ചത്. ഈ കൊല്ലം മെമു ട്രെയിനാണ് തട്ടിയത്. കുട്ടി ഈ തൊട്ടടുത്താണ് വീട്. ആ വീട്ടിൽ നിന്ന്, ഈ പരിസരത്തൊക്കെ നിന്ന് കളിക്കുകയായിരുന്നു. ആ കുട്ടി കളിക്കുന്നത് കണ്ടവരൊക്കെ ഉണ്ട്. അതിനുശേഷം ആ കുട്ടി ഇങ്ങോട്ട് ഇഴഞ്ഞെത്തി എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലം മെമു ട്രെയിൻ തട്ടി. ആ സമയത്ത് ആ ട്രെയിൻ അവിടെ നിർത്തി. ലോക്കോ പൈലറ്റ് താഴെ ഇറങ്ങി വരികയും ചെയ്തിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഈ പ്രദേശം മുഴുവൻ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. നമുക്ക് കാണാം തൊട്ടടുത്തൊക്കെ വീടുണ്ട്. ഈ വീടിൻ്റെയൊക്കെ പരിസരത്തോടുകൂടെ ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ആ കുട്ടി ഈ റെയിൽ പാളത്തിലേക്ക് വന്നത്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? നമ്മൾ കുട്ടി കളിക്കുന്ന ഈ വീടുകളെല്ലാം വീടിൻ്റെ സൈഡ് തോറും മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിന് വാതിലെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അവരോരോ വീടിൻ്റെ ഭാഗങ്ങൾ അവർ സൈഡ് തോറും മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മറച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ആ കയറി വരുന്ന ആ വാതിൽ എന്തെങ്കിലും ഒരു തടി കൊണ്ടെങ്കിലും ഒരു ഗേറ്റ് പോലെ വെക്കാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ കയറി വരുന്നത് റെയിൽപാളത്തിലോട്ടാണ്. കണ്ടായിരുന്നോ? അച്ഛനായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയാണ്, എപ്പോൾ നോക്കിയാലും വീട്ടിൽ തന്നെ. ആ വീട്ടിലുള്ള ആ ഉടയനാണ് സംസാരിക്കുന്നത്. അവരെ മകനാണ്. അച്ഛനും അമ്മയും അവിടെ ഉള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. തൊട്ട് അയൽപക്കത്തെ വീട്ടുകാരാണെങ്കിലും അവരെ വീട്ടിൽ നിന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട്, അതാർക്കായാലും കാണുമല്ലോ, അവരെ കയ്യിൽ നിന്ന് അത് അങ്ങനെ സംഭവിച്ചതാണ്. ഇനി അത് അവർക്ക് ജീവിതകാലം മുഴുവനും അവർക്ക് വേദന തന്നെയാണ്. 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. അവർ നമ്മുടെ തന്നെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. പിന്നെ ഇത് ഇങ്ങനൊരു കയറ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇതുവരെ കയറി കണ്ടിട്ടില്ല. നമ്മളിങ്ങനൊരു കയറ്റം കയറി കണ്ടിട്ടില്ല. പിന്നെ ഇതെന്ത് പറ്റിയെന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. നമ്മുടെ കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയ സമയത്തിനുള്ളിലാണ് ഈ സംഭവം നടന്നത്. ശരി ചേച്ചി, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കൊച്ച് ഇതിലുണ്ടായിരുന്നു അല്ലേ? സെറ്റിയിൽ ഇവിടെ ഇരുന്ന് കുഞ്ഞ് കളിക്കുമായിരുന്നു. അന്നേരം ഞാൻ വിളിച്ച്, മോനെ ഋതുവേന്ന് വിളിച്ച്. അന്നേരം വെള്ളവും കൊടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വെള്ളം കുടിച്ചില്ല. അങ്ങനെ ഞാൻ വെളിയിൽ പോയി നിൽക്കുമായിരുന്നു. അന്നേരം കുഞ്ഞ് അവിടെ ഇടയ്ക്ക് വന്നപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ വെള്ളത്തിൽ കളിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്നു. ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിച്ച്. പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ കുഞ്ഞ് എന്ത് ചെയ്യുന്നു ചോദിച്ചു. അന്നേരമാണ് ചേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. അതിനെ ഇപ്പുറം ശ്രദ്ധിക്കുന്നത്. കാരണം കുഞ്ഞെങ്ങനെ കയറത്തില്ല.
ഒരിക്കലും അവനങ്ങനെ കയറത്തില്ല. കാരണം ഞങ്ങളിവിടെ നിന്ന് അവൻ ട്രെയിൻ വീട്ടുകാർ പറയണ് കുഞ്ഞങ്ങനെ കയറത്തില്ല. അവർ കയറും, അവർ അപ്പി പിടിച്ചെങ്കിലും കയറും, പറ്റി പിടിച്ചവർ കയറും. എങ്ങനെയായിരുന്നാലും പുല്ല് അവിടെ നിൽപ്പുണ്ട്, ആ പുല്ലിൽ പിടിച്ച് കയറും. എനിക്ക് തോന്നുന്നു അവിടെ സിമൻ്റ് ഇട്ട് വാർത്ത് അവിടെ അതിൻ്റെ മുകളിൽ പില്ലും പായലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഈ മഴയുടെ ഇതായതുകൊണ്ട് പായലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, ചരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടി ചരിവിൻ്റെ താഴ്ഭാഗം വരെ വരുള്ളൂ എന്നാണ് അവർ പറയണത്. ഇതുവരെ മുകളിലോട്ട് വന്നിട്ടില്ല. അതിൻ്റെ താഴ്ഭാഗത്തും വന്ന് നിന്ന് കളിക്കണ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഗേറ്റില്ലാത്തതിൻ്റെ പേരിലാണ് അത് ഇറങ്ങി അതിൻ്റെ താഴെ വരെ വരണത്. അപ്പോൾ ഇവർ ചെറിയ ഒരു അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചത്. വീട്ടുകാരെ കയ്യിൽ നിന്നും അല്ലാത്തത് കൊണ്ട് ഇവർക്കത് വളരെ വിഷമമാണ്. ഒരു പട്ടിയോ പൂച്ചയെ ഒരു നായ അല്ലെങ്കിൽ ഒരു പൂച്ചയാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷേ അതുപോലെ ഇത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ടാണ് അവർക്ക് തോന്നണത്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവന് പേടിയാണ്. ഓടി പെരയ്ക്കകത്ത് കയറി വരും, അല്ല അവൻ കയറത്തില്ല. പിന്നെ അതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടി ഓടി അകത്ത് കയറും എന്ന് പറയുന്നു. അപ്പോൾ ട്രെയിൻ വന്ന് കാണില്ല. അതുകൊണ്ടാണ് കുട്ടി വലിഞ്ഞഴഞ്ഞ് കയറി. കുട്ടി വലിഞ്ഞഴഞ്ഞ് കയറിയിട്ട് പാളത്തിലൂടെ നടന്നപ്പോഴത്തേക്കാണ് ഇത് സ്പീഡിന് വന്നത്. പിന്നെ പൈലറ്റിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല, ലോക്കോ പൈലറ്റ്. എന്നിട്ടും അവിടെ ട്രെയിൻ നിർത്തിയതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇവിടെ തന്നെ, ഇവിടെയാണ് അവൾ 6 മാസം മുതൽ അവൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അമ്മ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഹോസ്പിറ്റലിലെ നഴ്സാണ്. അമ്മ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കുട്ടിയെ അവിടെ തന്നെയാണ് അമ്മുമ്മയാണ് നോക്കണം. അപ്പം തൊട്ടടുത്താണ് വീട്. അപ്പോൾ അമ്മുമ്മ ഇപ്പുറത്തെ വീട്ടിലോട്ട് വരുന്നു, അവിടെ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു. അവിടെ ഇതൊക്കെ അങ്ങ് സംഭവിച്ചു. നോക്കുന്നവന് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും വിഷമം. പ്ലേറ്റ് പോലും ഞങ്ങൾ കഴിയട്ടില്ല. കുഞ്ഞ് പതിവില്ലാതെ അമ്മ ദോശ വേണമെന്ന് പറഞ്ഞു, അമ്മമ്മ വേണമെന്ന് പറഞ്ഞു. ദോശ ചേച്ചി തന്നെ, അവൻ്റെ അമ്മമ്മ തന്നെ എടുത്തു കൊടുത്തു. അത് കഴിച്ച് എന്നിട്ട് ചേച്ചി കൊണ്ടുപോയി അവനെ മേലെല്ലാം കഴിച്ച് ചേച്ചി കൊണ്ടുവന്നിട്ട് എങ്ങാണ്ട് 1/2 മണിക്കൂർ പോലും ആയില്ല. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ജോലിക്ക് പോകുമ്പോൾ കുട്ടി അവിടെ അമ്മമ്മയുടെ വീട്ടിലാണ്, അമ്മമ്മ എടുത്താൽ നിൽക്കുന്നത്. അമ്മമ്മ അതുപോലെ നോക്കുന്ന കേട്ടോ, പുള്ളിക്കാർ നല്ലപോലെ നോക്കും. അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മുമ്മ നോക്കിയിട്ടുള്ള സമയത്തൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അമ്മുമ്മ ഇപ്പുറത്തെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അമ്മുമ്മ കുളിക്കാൻ കയറിയ നേരത്തിനാണ് ഇത് സംഭവിച്ചത്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കൊണ്ടാക്കും എൻ്റെ അടുത്ത്, അത്രയേ ഉള്ളൂ. ഞങ്ങളാണ് അവനെ നോക്കുന്നത്, എൻ്റെ പിള്ളേരും അവനെ നോക്കും നല്ലപോലെ. രാത്രി 10 മണിക്കാവും പോകുന്നത്, കാരണം ഇവിടെ ഇരുന്ന് അവൻ പോകത്തില്ല. എൻ്റെ ചേട്ടൻ ഭർത്താവ് ഉറക്കി തോളെ കിടത്തിയാണ് അവനെ കൊണ്ട് അവിടെ കിടത്തുന്നത്. പിന്നെ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കുട്ടിയെ ഇവിടെ ഓടി കളിക്കുന്നതൊക്കെ കണ്ടായിരുന്നു? കളിക്കുമല്ലായിരുന്നു, നമ്മുടെ തിണ്ണവാതൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം എനിക്ക് മേളിൽ ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കഴിഞ്ഞ് വെളിയിൽ കുറേ ചവറൊക്കെ വീണ് കിടന്നപ്പം ഞാനത് തൂക്കാൻ വേണ്ടിയിട്ട് ചൂലുമായിട്ട് നടന്ന് എൻ്റെ കൂടെ കുട്ടി അവിടെ നിൽക്കുകയും ചെയ്തു. ഞാനിത് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ കണ്ണിൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയി. ഈ സമയമാണ് ഓടി നടക്കുന്നത്, നല്ലപോലെ ഇവിടെ സ്പീഡിലൂടെ നടക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് കയറ്റം വരെ അവൻ പിടിച്ച് കയറത്തുള്ളൂ. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അവന് സംഭവിച്ചു. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടായിരുന്നു? ട്രെയിൻ നിർത്തിയിട്ടായിരുന്നു. ട്രെയിൻ നിർത്തിയപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച്. ഇത് ഈ ചേട്ടൻ്റെ ബന്ധുവാണോ ഈ കുട്ടി? നമ്മുടെ ഒരു ബന്ധം എന്ന് പറയാം. അതിൽ ഉപരി ആ കുട്ടി ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണേലും നമ്മളെ ഇവിടെ വന്നാണ് കൂടുതൽ കളിയും എല്ലാം. പക്ഷേ ആ ആളിന് ഭയങ്കര സ്നേഹമുണ്ട്. ആ ആളിൻ്റെ തോളിൽ കിടന്നാണ് ഈ കുട്ടി ഉറങ്ങണത്. എപ്പോഴും അവരെ വീട്ടിൽ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉറക്കി കൊണ്ട് കിടത്തണതും എല്ലാ ആളാണ്, ഫുഡ് കൊടുക്കണതും ഒക്കെ ആളാണ്. അമ്മുമ്മ ദോശയെങ്ങാണ്ട് എടുത്ത് കൊടുത്ത് കുട്ടി കഴിച്ചു. വിശക്കണമെന്ന് പറഞ്ഞു ദോശ എടുത്ത് പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. മോൻ അത് കഴിച്ചു എന്ന് പറയുന്നത്. ആ പാത്രം പോലും കഴുകിയില്ല അമ്മുമ്മ. എന്നിട്ട് കുളിക്കാൻ കയറിയ നേരെ ആയുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മറ്റേ ആ സ്ത്രീയുടെ കണ്ണൊന്ന് തെറ്റി. നേരത്തെ
സമയത്തിനൊക്കെയാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു കയറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, കയറ്റായിട്ടെങ്കിലും വെച്ചിരുന്നെങ്കിൽ ആ മോന് കയറി പോവില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് വലിഞ്ഞഴഞ്ഞ് കയറി പോയിട്ടുണ്ട്. ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട് കുഞ്ഞ് സ്പീഡിന് ഓടി വന്നെന്ന്. റെയിൽവേ പാളത്തിലൂടെ ഓടി വരുന്നു. പെട്ടെന്ന് അവർക്ക് അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ? എന്നിട്ട് കഴിവിൻ്റെ പരമാവധി നോക്കി അത് ശ്രമിച്ച് അതിനെ നിർത്തിയപ്പോഴൊക്കെ കാര്യം കഴിഞ്ഞായിരുന്നു. സ്പീഡിന് ഓടി വരുന്നതായിട്ട് ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട്. വീട്ടുകാർ പറയുന്നു കുഞ്ഞങ്ങനെ വലിഞ്ഞഴഞ്ഞ് കയറും. 1.5 വയസ്സായ കുട്ടി എവിടെ വേണോ കയറും. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ എന്തോ ഒരു വല്ലാത്ത രീതിക്ക് പറയുന്നു. അവർ സൗണ്ട് കേട്ടു, കുട്ടി കിടന്ന് വിളിക്കണ സൗണ്ട് കേട്ടു. അങ്ങനെ അവർ കുളിച്ചിട്ടിറങ്ങിയപ്പോഴാങ്ങണ്ടേന്ന് സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്നു. അപ്പോൾ കുട്ടി ആ പാളത്തിലൂടെ, റെയിൽവേ പാളത്തിലൂടെ കുട്ടി ഓടുന്നതാണ് കാണുന്നത് എന്ന് അവരും പറയുന്നുണ്ട്. വീട്ടുകാർക്ക് സംശയം ആരോ എടുത്ത് ആക്കി. അവിടെ ഇങ്ങനെ ഈ ചരിവ് ഉള്ള സ്ഥലത്ത് കുട്ടി കയറൂല, അപ്പോൾ ആരോ എടുത്ത് മുകളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി വാശീര പുറത്ത് ആരെങ്കിലും ആക്കിയോ എന്നൊക്കെ ആയിരിക്കും ആ വീട്ടുകാരുടെ ഒരു തോന്നൽ. അങ്ങനെ ആക്കിയായിരിക്കും, കുട്ടി അല്ലാതെ കയറൂല എന്നൊക്കെയാണ്, ആ രീതിക്കുള്ള വർത്താനമാണ് അവർ പറയണത്. അവർക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിക്ക് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പോലീസ് ഇപ്പം അതിൻ്റേതായ രീതിക്ക് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ട് അപ്പുറത്തൊരു പെണ്ണ് കണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ എഴഞ്ഞു വന്നതായിരിക്കും അല്ലേ? എഴഞ്ഞല്ല, അവൻ ഓടി നടക്കും. 1.5 വയസ്സുണ്ട്, നല്ലപോലെ സ്പീഡിൽ ഓടി നടക്കുന്ന കുട്ടിയാണ്. പക്ഷെ അതെങ്ങനെ ഓടി നടന്നാലും അവൻ ഇത്രയും മേളിൽ വരെ കയറാറില്ല. അഥവാ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്ന് നിന്നൊന്ന് ഫോട്ടോ എടുപ്പിക്കുന്നല്ലാതെ, അഥവാ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ എടുത്ത് ചിലപ്പോൾ അവിടെ എങ്ങനെ നിർത്തി ഫോട്ടോ അല്ലാതെ കയറൂലെന്നാണ് ആ വീട്ടുകാർ പറയണത്. ഇത്രയും നാളായിട്ടും അവിടെ വലിഞ്ഞഴഞ്ഞ് കയറിയിട്ടില്ല എന്നാണ് പറയണത്. പക്ഷേ CCTV എന്തെങ്കിലും ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്. വാശീര പുറത്താങ്ങാനും എന്നും നോക്കുമ്പോൾ ഈ വീട്ടിലൊരു കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അസൂയ മൂത്തവർ വല്ലതും വേറുള്ളവർ ചെയ്യിച്ചതാണോ എന്ന്, അവരെങ്ങും വീട്ടിലാക്കാത്തത് കൊണ്ടാണോ ഇനി അതങ്ങനെ ചെയ്തതെന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അസൂയ മൂത്തിട്ട് ഈ ചെയ്തതാണോ എന്നൊക്കെ ആയിരിക്കും വേറുള്ള സ്ത്രീകളൊക്കെ അവിടെ സംസാരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വേറൊന്നും അങ്ങനെ ഇവൻ മേളിലോട്ട് കയറി നമ്മൾ കണ്ടിട്ടില്ല. അത് തന്നെ, ഈ കല്ലിൽ കൂടെ കയറത്തുമില്ല കുട്ടി. ഇവർക്കൊപ്പമൊക്കെ ആയിരുന്നു ആ കുട്ടി. ഇവർക്കൊപ്പമാണ് ആ കുട്ടി നിന്നത്. വീട്ടുകാർക്ക് അതിയായ സംശയമുണ്ട്. ഇത്രയും നാളും ഇല്ലാത്ത സംഭവമാണ്. പല ദിവസങ്ങളിലും, മിക്കുള്ള ദിവസങ്ങളിലും ഈ കുഞ്ഞ് അവിടെയാണ് നിന്നിട്ടുള്ളത്. ഇത്രയും നാളായിട്ട് പോലും അത് അങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് അറിയണം. അത്രയേ ഉള്ളൂ. പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട്ടി മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ അമ്മയുടെയും ആ അച്ഛൻ്റെയൊക്കെ ഒരു അവസ്ഥ, ഈ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ജോലിക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ, അവർക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് ജോലിക്ക് പോകുന്ന സമയങ്ങളിലെല്ലാം ആ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിലോട്ട് അവർ വരും, അയൽവക്കല്ലേ, അങ്ങനെ വന്നതായിരിക്കും. വന്നപ്പോൾ മോനെയും എടുത്തുകൊണ്ട് വന്നു. പല ദിവസങ്ങളിൽ ഈ മകൻ അവിടെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വീട്ടുകാർക്കും ഭയങ്കര വിഷമം. റെയിൽവേ പാളത്തിലോട്ട് ഓടുന്നത് കണ്ട സ്ത്രീ, അയൽവക്കത്തുള്ള സ്ത്രീ കണ്ടു. അവർ കിടന്ന് നിലവിളിച്ചെന്നൊക്കെയാണ് പറയണത്. അവർക്ക് ഓടി വന്ന് ഗേറ്റ് തുറന്ന് വന്ന് കുട്ടിയെ എടുക്കും മുമ്പ് ട്രെയിൻ തട്ടി എന്നാണ് അവർ പറയണത്. എല്ലാം പോലീസ് കണ്ടെത്തട്ടെ, എന്തായാലും അവർ പറയുന്ന വാക്ക്. ചേച്ചി എന്തായിരുന്നു കാണുന്നത്? സംഭവം നടക്കുന്നു. കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നത് കേട്ടോണ്ടാ ഞാൻ വാതിക്കലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ കുഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇന്ന് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മോനേന്നും പറഞ്ഞ് ഗേറ്റ് തുറന്ന് പകുതി എത്തിയപ്പോൾ തന്നെ ട്രെയിൻ പോയി, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. വാതിക്കലോട്ട് വരുമ്പോൾ ഞാൻ കാണുന്ന കുഞ്ഞ് നടന്നു വരുന്നത്. അങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് കുഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ തൊട്ട് പുറകെ ട്രെയിൻ വന്ന് ഞാൻ വീട്ടിൽ നിന്ന് വാതിക്കൽ ഇറങ്ങി അങ്ങോട്ട് പകുതി പോലും എത്തിയില്ല. അപ്പം തന്നെ കൂവി, ഞാൻ കിടന്ന് കൂവി. അങ്ങനെ കുഞ്ഞേനും പറഞ്ഞ് കിടന്ന് കൂവി. അങ്ങോട്ട് മേലോട്ട് കയറിയപ്പോൾ ട്രെയിൻ അപ്പം തന്നെ നിർത്തുകയും ചെയ്യും. അങ്ങനെ ഇപ്പോ ഇവരൊക്കെ ഉണ്ട്. ഈ കുഞ്ഞ് ഇതിനു മുമ്പ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് കയറും, അങ്ങനെ എന്തെങ്കിലും സംഭവം, അങ്ങനെ എന്തെങ്കിലും
ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പം ഇങ്ങനെയുള്ള വാക്കുകളാണ് പറയണത്. ആ കുഞ്ഞങ്ങനെ കയറൂല. അപ്പം ഈ ആ സ്ത്രീ, വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ത്രീയാണ് പറഞ്ഞത്, കുഞ്ഞ് ഓടിക്കയറി ഓടണ കണ്ടു, പെട്ടെന്ന് അവർക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നാണ് അവർ പറയണത്. മറ്റേ അവരെ വീട്ടുകാർ പറയണത് കുട്ടി എന്തായാലും വലിഞ്ഞഴഞ്ഞ് അങ്ങനെ കയറൂല, അതിനെ എന്തോ അപായപ്പെടുത്തിയതായിട്ടുള്ള രീതിക്കാണ് പറയണത്. അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ആ മകനില്ല. മകൻ്റെ കളിയും ചിരിയും നിറഞ്ഞു നിന്ന വീട്ടിൽ ഇനി എന്നും കണ്ണീര് മാത്രം. പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്, ഈ ട്രെയിൻ പോകുന്ന ഭാഗത്താണ് വീട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ അവിടെ ഗേറ്റും മതിലും വെക്കുക. ഗേറ്റും മതിലും ഉണ്ടെങ്കിൽ കുട്ടികളാരും അങ്ങോട്ട് പോവാറില്ല. പക്ഷെ മിക്കുള്ള വീടുകളിലും കാണാറുണ്ട് ഇങ്ങനെ അങ്ങ് തുറന്ന് അമ്പലം പോലെ അങ്ങ് ഇട്ടേക്കണം, തുറന്നടിച്ചങ്ങ് ഇട്ടേക്കണതാണ് കാണുന്നത്. വീടുകളൊക്കെ അങ്ങ് ആ മതിലൊന്നും ഇല്ലാതെ, ഇതിപ്പോൾ ടാർപ്പ കൊണ്ടാണ് മതിൽ പോലെ മറച്ചു വെച്ചിരുന്നത്, എന്നിട്ട് ഗേറ്റ് ഇല്ലാതെ സൈഡ് തുറന്നിട്ടിരുന്നു. അതുവഴിയാണ് ആ കുട്ടി ഇറങ്ങിപ്പോയി. ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ അശ്രദ്ധ മൂലമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നഷ്ടം ആ അമ്മയ്ക്കും അച്ഛനും തന്നെയാണ്. ഒരു കാലത്തും ഈ നഷ്ടം നികത്താൻ പറ്റൂല.